Good afternoon. Good afternoon, Miss. Okay, good afternoon. Okay, now good afternoon. തുടങ്ങാം. ക്ലാസ് ഒക്കെ തുടങ്ങല്ലേ? എന്തായി നിങ്ങളുടെ ഓണാഘോഷമൊക്കെ? ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാവരും? ഓക്കെ ഫാത്തിമ, ഗുഡ് ആഫ്റ്റർനൂൺ. എടുത്തോ? ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാവരും? ആരും എടുത്തില്ലേ? എടുത്തു. ഓക്കെ. പൂക്കളൊക്കെ ഇടുന്നില്ലേ എല്ലാ ദിവസവും? ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് നമുക്ക് മെറ്റീരിയൽ മാനേജ്മെന്റ് ചാപ്റ്റർ നമുക്ക് തീർക്കാം. അവിടെ അശ്വതി മിസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കയറിയിട്ടാണ് കേട്ടോ. ഓക്കെ. അശ്വതി രഞ്ജിത്ത് മിസ് അല്ലേ കയറാറ്? ഓക്കെ. അപ്പൊ മിസ്സിന് അബ്സെൻസ് വന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കയറിയിട്ട്. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ എന്താ പറയുക നമ്മൾ പറഞ്ഞു നിർത്തി കോസസ് ആണ് അല്ലെ? പിൽഫറേജസ് ആൻഡ് വേസ്റ്റേജസ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ. ഓക്കെ ബിസ്മയ, ഗുഡ് ആഫ്റ്റർനൂൺ. അതായത് ഹോസ്പിറ്റലില് ഈ പറയുന്ന പിൽഫറേജസ് അല്ലെ? പിൽഫറേജ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. തെഫ്റ്റ് ആണ് കേട്ടോ, മോഷണം, കളവ്. ഓക്കെ. മ്യൂട്ടാക്കി വെക്കാം കേട്ടോ അതിന്റെ. അതുപോലെ തന്നെ വേസ്റ്റേജസ്, ഇതിനുള്ള കാരണങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ ബാക്കി നമ്മളൊക്കെ ഒരു 6-7 പോയിന്റുകൾ നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്യാനേ. ഓക്കെ. അപ്പോ നമ്മള് എന്തുകൊണ്ടാണ് ഒരു ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള പിൽഫറേജസുകള് അല്ലെങ്കിൽ വേസ്റ്റേജുകള് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ കുറച്ച് കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എനിക്ക് തോന്നുന്നു ഇവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി അല്ലെ? അതുവരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി അല്ലെ? അതായത് സ്റ്റാഫുകള് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവര് ചെക്ക് ചെയ്യണം അല്ലെ? അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ലാന്ന് വിചാരിക്കും. ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സ്റ്റാഫുകളെ ചെക്ക് ചെയ്യാനും മോണിറ്റർ ചെയ്യാനുമായിട്ട് ഒരു പ്രോപ്പർ സിസ്റ്റം ഹോസ്പിറ്റലിൽ ഇല്ലാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ പറയുന്ന പോലെ മോഷണത്തിനും വേസ്റ്റേജസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ? മെറ്റീരിയൽസുകളൊക്കെ ചിലപ്പോ കളവ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ വേസ്റ്റേജ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അപ്പൊ അതാണ് ഒരു കാരണം കേട്ടോ. നോ പ്രോപ്പർ ചെക്ക് ഓൺ സ്റ്റാഫ് വെൻ ദേ ലീവ് ഡ്യൂട്ടി. ഓക്കെ, മനസ്സിലായല്ലോ? ഡ്യൂട്ടി കഴിഞ്ഞ് സ്റ്റാഫുകൾ പോകുന്ന സമയത്ത് അവര് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാനും അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു സംവിധാനം ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ അവിടെ ഈ പറയുന്ന പിൽഫറേജസിനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. അടുത്ത പോയിന്റ് ഇതാണ് ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്, ഈ പറയുന്ന മാർക്കറ്റില് എന്താണ് സാധനങ്ങൾക്ക് ഷോർട്ടേജ് വരികയാണെന്ന് ഇരിക്കട്ടെ. ഈ പറയുന്ന മെറ്റീരിയൽസിന്റെ ഷോർട്ടേജ് മാർക്കറ്റിൽ വരികയാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ആളുകൾ അവിടെ നിന്ന് എടുത്ത് മാർക്കറ്റിൽ ചിലപ്പോൾ മറച്ചു വിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതും എന്താണ്? പിൽഫറേജിന് കാരണമാകുന്നുണ്ട്. ഓക്കെ. ഇത് സൗണ്ട് വരുന്നുണ്ടോ? പത്തൊന്ന് സൗണ്ട് വരുന്നുണ്ടോ നിൽക്കുക? പറയാമോ? ഓക്കെ. അപ്പൊ നോക്കുക, ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ് കേട്ടോ. അപ്പൊ മാർക്കറ്റിൽ ഈ പറയുന്ന മെറ്റീരിയൽസിന് ഷോർട്ടേജ് വരുന്ന സമയത്തും എന്ത് സംഭവിക്കാം? ഓക്കെ ക്ലിയർ ആണ് അല്ലെ? ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഓണത്തിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്താ പറയാ, ഡാൻസിന്റെയും പാട്ടിന്റെയും സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ.
അപ്പൊ നമുക്ക് ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ് കേട്ടോ. മാർക്കറ്റിൽ പറയുന്ന മെറ്റീരിയൽസിന് ഷോർട്ടേജ് വരുമ്പോഴും ഹോസ്പിറ്റലിൽ എന്ന് വേണമെങ്കിൽ സാധനങ്ങൾ എന്ത് ചെയ്യാം, ആൾക്കാര് കളവ് നടത്താനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ആ മെറ്റീരിയൽസ് എടുത്തവർ എന്ത് ചെയ്യും, ചിലപ്പോ പുറത്തു കൊണ്ടുപോയി മറിച്ച് വിൽക്കും അല്ലെ. അപ്പൊ അങ്ങനെയും ഒരു കാരണങ്ങളുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, പുവർ മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് ഓഡിറ്റ് സിസ്റ്റം. അതുപോലെ വളരെ മോശമായിട്ടുള്ള മെറ്റീരിയൽ മാനേജ്മെന്റ്, അതുപോലെ ഓഡിറ്റ് സിസ്റ്റം പ്രോപ്പർ അല്ല. നമ്മൾ കൃത്യമായിട്ട് സാധനങ്ങളുടെ കണക്കും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നില്ല എങ്കിലും ഈ പറയുന്ന പിൽഫറേജസിനും വേസ്റ്റേജിനും വേസ്റ്റേജ് ഒക്കെ സംഭവിക്കാം അല്ലെ. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, ടു മെനി ഹോസ്പിറ്റൽ സ്റ്റാഫ് റിമൈനിങ് ഇൻ ദ സെയിം കോമ്പൗണ്ട്. അതായത് ഒരേ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒരുപാട് ആളുകൾ വരികയാണ്, ഒരുപാട് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ വരുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ കളവ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ആളുകൾ കൂടുമ്പോ ചിലപ്പോൾ ആരും അറിയാതെ ഒക്കെ വലിയ സാധനങ്ങൾ എടുത്തോട്ട് പോകാനൊക്കെയുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അല്ലെ. ഓക്കെ, ഓക്കെ അച്ഛൻ മാർക്കറ്റ് വരാം. പിന്നെ അടുത്തത് എന്താണ്, ലാസ്റ്റ് പോയിന്റ് ഇതാണ്, ഇനാഡിക്വേറ്റ് വർക്ക് ഫോഴ്സ് ടു ഡോക്യുമെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ആക്യുറേറ്റ്ലി കേട്ടോ. അതുപോലെ കൃത്യമായിട്ട് നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്നതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന ആ ഡോക്യുമെന്റ് ചെയ്യാനും, അതുപോലെ അവിടേക്ക് വരുന്ന എന്താ പറയാ റവന്യൂ അല്ലെ, വരുമാനത്തിന്റെയും എക്സ്പെൻസിന്റെയും കണക്കുകളും കാര്യങ്ങളും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് അവിടെ വേണ്ടത്ര സ്റ്റാഫുകൾ ഇല്ലാന്ന് വിചാരിക്കും. ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് അല്ലെ, സ്റ്റാഫുകളുടെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാലും എന്തിനുള്ള ചാൻസ് ഉണ്ട്, പിൽഫറേജസിനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. നമ്മൾ ഇങ്ങനെ പോകും, നമ്മൾ എടുക്കുന്നതും എല്ലാ മെറ്റീരിയൽസും കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അത് രേഖപ്പെടുത്താൻ വേണ്ടത്ര സ്റ്റാഫുകൾ അവിടെ ഇല്ലാന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ പിൽഫറേജസിനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെയൊക്കെ മെറ്റീരിയൽസുകൾക്ക് വേസ്റ്റേജും പിൽഫറേജസും ഒക്കെ വരാം എന്നുള്ളതിന്റെ കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഐറ്റംസ് എന്നാണ് കേട്ടോ, ഇവിടെ ഐറ്റംസ് എന്നാക്കണം കേട്ടോ. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫറേജസ് കേട്ടോ. ഈ പിൽഫറേജ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കളവ് പോകുന്ന പൊതുവെയുള്ള ഐറ്റംസുകൾ എന്തൊക്കെയാണ്? ഐറ്റംസ് എന്നാണ് കേട്ടോ. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫറേജസ്, അതായത് പൊതുവെ കളവ് പോകുന്ന ഐറ്റംസുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഐറ്റംസുകളാണ്? ഒന്ന് ഡ്രഗ്സ്, മരുന്നുകൾ അല്ലെ. അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ ഫാർമസി പഠിച്ചപ്പോ തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, ഫാർമസി സർവീസ് ഒക്കെ അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസിൽ ഒന്നാണ് പിൽഫറേജ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഡ്രഗ്സ് മോഷ്ടിക്കപ്പെടാം. അതുപോലെ ഫുഡ് മെറ്റീരിയൽസ് അല്ലെ, ഭക്ഷണ സാധനങ്ങൾ. അതിപ്പോ നമ്മള് ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ബിഫോർ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഐറ്റംസുകളാവാം. കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്ത ഫുഡുകൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്യപ്പെടാം, ഫുഡ് മെറ്റീരിയൽസുകള് കളവ് ചെയ്യപ്പെടാം. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ഡയറക്ടറി സർവീസ് പഠിച്ചപ്പോ അതിനകത്തും അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസിൽ ഒന്നാണ് എന്ത്, പിൽഫറേജ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്, ലിനൻ അല്ലെ, ഈ പറയുന്ന തുണിത്തരങ്ങൾ അല്ലെ, തുണിത്തരങ്ങള്. അതുപോലെ തന്നെ മെറ്റീരിയൽ വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്, അതായത് ഈ പാത്രങ്ങൾ പോലെയുള്ള ഐറ്റംസുകള്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, ഉപകരണങ്ങള്. ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യപ്പെടാം, കളവ് ചെയ്യപ്പെടാം. ഇതൊക്കെയാണ് ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽസ്, ലിനൻ, മെറ്റീരിയൽ വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്, ഇൻസ്ട്രുമെന്റ്സ്. ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കളവ് ചെയ്യപ്പെടാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്. സെലക്ഷൻ അല്ല കേട്ടോ, സെലക്ഷൻ ആണെങ്കിൽ അത് തിരുത്തണം, ഡിറ്റക്ഷൻ എന്നാക്കണം കേട്ടോ. ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്. നമുക്ക് ഈ കളവ് നടക്കുന്നുണ്ട് എന്നിങ്ങനെ നമുക്ക് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്. ഒന്നാമത്തെ നോക്കിയേ, എനി അബ്രപ്റ്റ് റൈസ് ഇൻ റൂട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. തന്നെ പറയുന്നത് എനി അബ്രപ്റ്റ് റൈസ് ഇൻ റൂട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. അതായത് നമുക്ക് ദൈനംദിന, അതായത് നമുക്ക് ഡെയിലി ആവശ്യമായിട്ട് വരുന്ന അല്ലെ, ആവശ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന സാധനങ്ങളില് ഒരു വർധനവ് വരികയാണെന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫിൽഫറേജസിനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം മനസ്സിലായോ? അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു ഹോസ്പിറ്റലില് ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആണ് നടക്കുന്നത് അല്ലെ. അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകൾ എല്ലാം തന്നെ മെറ്റീരിയൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ചെയ്ത് നമുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ എല്ലാം കൃത്യമായിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് എത്രത്തോളം മെറ്റീരിയൽസുകൾ ആവശ്യമുണ്ടോ അതെല്ലാം തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ മേടിച്ച് സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഡിപ്പാർട്ട്മെന്റ്സിന് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങളില് ഒരു വല്ലാത്തൊരു വർധനവുണ്ട്. സംഭവം കൊടുത്തിട്ടുണ്ട്, പക്ഷെ സാധാരണത്തെക്കാളും ഒരു റുട്ടീൻ നീഡ്സിനേക്കാളും പതിവായിട്ട് അവർക്ക് വരുന്ന ആവശ്യങ്ങളെക്കാളും കൂടുതൽ അവർ ആ വസ്തുക്കൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കൂടുതൽ അവര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ കൊടുത്ത സാധനങ്ങൾ അവര് ഏതോ രീതിയിൽ അവര് അവിടുന്ന് പോകുന്നുണ്ട്, നമുക്കത് അവരുടെ ഉപയോഗത്തിന് പര്യാപ്തമായി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്, അവിടെ ചിലപ്പോ ഫിൽഫറേജസ് വരുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേസ്റ്റേജ് വരുന്നുണ്ടാവാം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇനി അവർക്ക് റൈസിൽ റൂട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്, അത് പതിവായിട്ട് അവർക്ക് വരുന്ന ആവശ്യങ്ങളില് ഡിമാൻഡുകളിലൊക്കെ വർധനവ് വരികയാണ്. ആവശ്യങ്ങൾ അവര് കൂടുതൽ പതിവിലും കൂടുതൽ അവര് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അവിടെ എന്തോ ഫിൽഫറേജസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വേസ്റ്റേജുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തത് കേട്ടോ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെക്ഷൻ വെൻ കമ്പയർഡ് ടു പ്രീവിയസ് പീരീഡ്സ്. അതായത് മുൻ കാലയളവിനേക്കാളും കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ അകാരണമായിട്ടൊരു ചെലവ് വരെയാണ്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് ഈ പറയുന്ന സാധനങ്ങൾ വർഷങ്ങളെക്കാളും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായിട്ടൊരു വല്ലാത്തൊരു ചെലവ് അവർക്ക് പ്രത്യേകം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ ഡിപ്പാർട്ട്മെന്റില് ഏതൊക്കെയോ തരത്തിലുള്ള വേസ്റ്റേജുകളും ഫിൽഫറേജസും വരുന്നുണ്ട്, അതിനൊരു ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഡിറ്റക്ഷൻ ഓഫ് ഫിൽഫറേജ് ഒന്നാമത്തത് ഇനി അപ്പറന്റ് റൈസിംഗ് റൂട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്, രണ്ടാമത്തത് ഇനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെക്ഷൻ വെൻ കമ്പയർഡ് ടു പ്രീവിയസ് പീരീഡ്. മുൻ വർഷ കാലയളവിനേക്കാളും കൂടുതൽ അകാരണമായിട്ട് ചെലവുകൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതും എന്താണ്, അതിന്റെ ഒരു സൂചനയാണ്, ഫിൽഫറേജസിനോ വേസ്റ്റേജസിന്റെ ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഏരിയാസ് ഓഫ് ഫിൽഫറേജ്. ഫിൽഫറേജ് സംഭവിക്കാൻ സാധ്യതയുള്ള ഏരിയകൾ ഏതൊക്കെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഏതൊക്കെ ഏരിയകളിലാണ് ഫിൽഫറേജസിനുള്ള ചാൻസുകൾ ഉള്ളത്. ഒന്ന് പറയുന്നത് കിച്ചൺ ആണ് കേട്ടോ. കിച്ചൺ അതായത് ഫാക്ടറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. കിച്ചണിൽ എങ്ങനെയാണ്, റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, cooked food, food materials lost when transported from kitchen to water അല്ലെ. ഇപ്പൊ നമ്മൾ കുക്കിങ്ങിന് മുമ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെറ്റീരിയൽസുകൾ നമ്മൾ വാങ്ങുന്നുണ്ട്. കുക്ക് ചെയ്ത ഫുഡ് ആണെങ്കിലും ഇനി ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ കുക്ക് ചെയ്ത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും എന്ത് സംഭവിക്കാം, ഫിൽഫറേജ് സംഭവിക്കാം അല്ലെ, മോഷണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് ഡ്രഗ് സ്റ്റോഴ്സ് കേട്ടോ. ഡ്രഗ് സ്റ്റോഴ്സിൽ എന്ത് പറയാം, അത് ഫിൽഫറേജ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അല്ലെ ഡ്രഗ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫാർമസി അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ ഫാർമസി സർവീസിൽ പഠിച്ചതാണ്. ഇനി ബാക്കിയുള്ള ഏരിയകൾ എന്താണ്, ഒന്ന് കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ് അല്ലെ. അത്യാഹിത വിഭാഗം എമർജൻസി സർവീസിലൊക്കെ പെട്ടെന്ന് ധൃതിയിലും മറ്റും ആളുകൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഏരിയകളാണ് അല്ലെ കാഷ്വാലിറ്റി എമർജൻസി സർവീസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അവിടെയൊക്കെ എന്താണ്, കളവ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ് സ്റ്റീലിംഗ് ഓഫ് ന്യൂബോൺ ബേബീസ് അല്ലെ, കൊച്ചു കുഞ്ഞുങ്ങളെ വരെ എടുത്തോണ്ട് പോവാറുണ്ട് അല്ലെ. ഓക്കെ, മെറ്റേണിറ്റി വാർഡുകള്, അതുപോലെ ലേബർ റൂംസുകള്, ICU, മോർച്ചറി, കാർഡിയോതൊറാസിക് യൂണിറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്, ആക്സിഡന്റ് യൂണിറ്റ്, പീഡിയാട്രിക് യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്റർ, അതായത് ജനറൽ ഐറ്റംസ് വിൽ ബി സ്റ്റിൽ ലൈക്ക് ബ്ലേഡ്, ഡ്രഗ്, ഗ്ലൗസ്, പിന്നെ പോട്ട്സ് ആൻഡ് സെക്ഷൻസ്, ലിനൻ, സോപ്പ്, ടോർച്ച്, അതുപോലെ വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റനൻസ് വിങ്, ക്യാഷ് ആൻഡ് മെറ്റീരിയൽസ്,
ആംബുലൻസ് സർവീസസ്, ദാറ്റ് മീൻസ് പെട്രോൾ, ഓയില്, ജനറൽ സ്റ്റോർസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയകളിൽ എന്ത് സംഭവിക്കാം, ബീവറേജസിനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? എനിക്ക് സൗണ്ടിന്റെ ഇഷ്യൂസ് വരുന്നുണ്ടോ, ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോ ക്ലാസ്സില്? നെക്സ്റ്റ് വരുന്നതാണ് റെമഡിയൽ മെഷേഴ്സ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം കേട്ടോ. എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സ് ആണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും? ഇങ്ങനെയുള്ള ഫിൽറ്ററേജസ്, വേസ്റ്റേജസുകളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ എടുക്കാവുന്ന റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയേ, എ തറോ സ്റ്റഡി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്. അതാണ് a thorough study of the system and the identification of loopholes. അതായത് നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്രോപ്പർ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അറിയാലോ, നമ്മൾ അതാണ് ഇത്രയും ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിച്ചത് അല്ലെ. ഇന്റഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട് അല്ലെ, നമുക്ക് മെറ്റീരിയൽസും മറ്റുമൊക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്റ്റഡി ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ മെറ്റീരിയൽസ് മാനേജ് ചെയ്യാനും മറ്റുള്ള ലോസ് വരാതിരിക്കാനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് നിയോഗിക്കാം. അപ്പൊ ആ രീതിയിൽ എല്ലാ സിസ്റ്റത്തിനെയും മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആ സിസ്റ്റംസ് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പ്രോപ്പർ സിസ്റ്റം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ. പിന്നെന്താണ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്, അതായത് എല്ലാവിധ പഴുതുകളെയും പറ്റിയിട്ടും എന്ത് ചെയ്യാം, തിരിച്ചറിയാം കേട്ടോ. ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് a thorough study of the system and identification of loopholes കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഫിൽറ്ററേജസിന്, വേസ്റ്റേജസിനൊക്കെ എന്തെങ്കിലും പഴുതുകൾ അവിടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക കേട്ടോ. ഓക്കെ, അതാണ് നമുക്ക് ആദ്യം ചെയ്യാവുന്ന പ്രിവെന്റീവ് മീൻസ് റെമഡിയൽ മെഷർ. അതാണ് കേട്ടോ, തറോ സ്റ്റഡി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. അതായത് നമ്മൾ ഈ മെറ്റീരിയൽസ് ഒക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ, നിരീക്ഷണ സംവിധാനങ്ങൾ കുറേയും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യുക കേട്ടോ. ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം ട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ പറയുന്ന മെറ്റീരിയൽസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ആ ഒരു നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം, മെച്ചപ്പെടുത്താം. അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പാർട്സ്. ഓക്കെ, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പാർട്സ് കേട്ടോ. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ ആയിക്കോട്ടെ, അതിനെല്ലാത്തിനും ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു നിലവാരം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാം. അതായത് അവർക്ക് ഉപയോഗിക്കേണ്ട റിസോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാനും അത് മാനേജ് ചെയ്യാനും അതുപോലെ അതിന് വേണ്ട പോളിസികളിലും പ്രൊസീജിയറുകളൊക്കെ ഏകദേശം ഒരുപോലെ കൊണ്ടുവരാം. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളെ മാനേജ് ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള പോളിസികളായിക്കോട്ടെ, പ്രൊസീജിയറുകളായിക്കോട്ടെ, അതെല്ലാം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒരേപോലെയുള്ള പോളിസികളും പ്രൊസീജിയറുകളും റിസോഴ്സ് മാനേജ്മെന്റും ഒക്കെ നടപ്പിലാക്കാം. അല്ലാണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും അവരവരുടേതായ രീതിയിൽ അങ്ങനെ ചെയ്യരുത്. ഒരു ഡിപ്പാർട്ട്മെന്റിന് ഒരു തരത്തില്, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന് വേറൊരു തരത്തില്, മൂന്നാമതൊരു ഡിപ്പാർട്ട്മെന്റ് വേറൊരു തരത്തിൽ, അങ്ങനെ ആവരുത്. ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒരേ രീതിയിൽ തന്നെ അവരുടെ റിസോഴ്സുകൾ മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഒരുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതാണ് അവിടെ സ്റ്റാൻഡർഡൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അങ്ങനെ വരുമ്പോഴെന്താണ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ അവിടെ കുറയ്ക്കാൻ പറ്റും. മനസ്സിലായി? ഇത്തരത്തിലുള്ള ബീവറേജസ് വേസ്റ്റേജുകളൊക്കെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഒരേപോലെയുള്ള പോളിസികളും പ്രൊസീജിയറും പ്രോട്ടോകോളുകളൊക്കെ നടപ്പിലാക്കുക കേട്ടോ. പിന്നെന്താണ്? ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ. അതുപോലെ തന്നെ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക കേട്ടോ. ഇൻക്രീസ് the number of security personnel, അതായത് സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം നല്ലപോലെ വർദ്ധിപ്പിക്കുക കേട്ടോ. പിന്നെന്താണ്? റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ ദ സീനിയർ ഒഫീഷ്യൽസ്. അതായത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ കൈകാര്യം ചെയ്യാനും മാനേജ് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്ക് കൊടുക്കുക? സീനിയർ ഒഫീഷ്യൽസിന് കൊടുക്കുക. അതായത് സുപ്പീരിയർ ആയിട്ടുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് അത്തരം റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അതെങ്ങനെ കൊടുക്കണം? റൗണ്ട് ദ ക്ലോക്ക് ആണ്, 24/7 അവർക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കാം. ഓക്കെ, അപ്പൊ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരെ ഏൽപ്പിക്കുമ്പോൾ കുറെ കൂടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ, സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളെ ഇത്തരം വില കൂടിയ ഐറ്റംസുകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കാം. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കൂടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. പിന്നെന്താണ്? സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റൻസ് ഓൺലി കേട്ടോ. എന്താണ്? സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റൻസ് ഓൺലി. അതുപോലെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം, അതായത് ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ കോസ്റ്റ്ലി ഐറ്റംസുകൾ സപ്ലൈ ചെയ്യാം. ഓക്കെ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഇന്റന്റുമായിട്ട് ആവശ്യവുമായിട്ട് വരുന്നതിന് മാത്രം നമ്മൾ കോസ്റ്റ്ലി ഐറ്റംസുകൾ എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യാം കേട്ടോ. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് സപ്ലൈ ചെയ്യേണ്ട. ആ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ വന്നു അത് ന്യായമാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രം അവർക്ക് കോസ്റ്റ്ലി ഐറ്റംസുകൾ നമ്മൾ കൊടുക്കാം. അല്ലാതെ ഒരിക്കലും അവർക്ക് അങ്ങനെ ഓടിപ്പോയി കൊടുക്കണേക്കാളും മുമ്പ് സ്പെഷ്യൽ ഇന്റൻസ് കൃത്യമായിട്ട് നോക്കുക. അത് കൃത്യമായിട്ട് അവരുടെ ആവശ്യമാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മൾ വില കൂടിയ മെറ്റീരിയൽസുകൾ എന്ത് ചെയ്യാം? സപ്ലൈ ചെയ്യാം കേട്ടോ. ലാസ്റ്റത്തെ പോയിന്റ് എന്താണ്? സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റൂട്ടീൻ ഓഡിറ്റ് കേട്ടോ. സർപ്രൈസ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ, വെരിഫൈ ചെയ്യാം. അതായത് നമ്മൾ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നും നടത്താതെ പെട്ടെന്ന് നമ്മൾ റാൻഡം ആയിട്ടൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാം. അതുപോലെ തന്നെ റൂട്ടീൻ ഓഡിറ്റ്, റെഗുലർ ആയിട്ട് ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? ഇത്തരം ബീവറേജസ് അല്ലെങ്കിൽ വേസ്റ്റേജിനെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? റെമഡിയൽ മെഷേഴ്സ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ മെറ്റീരിയൽ മാനേജ്മെന്റ് സിസ്റ്റത്തെ പറ്റി നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി ഇങ്ങനെയുള്ള വേസ്റ്റേജസിനും ബിൽഫറേജസിനുള്ള എല്ലാ പഴുതുകളും തിരിച്ചറിഞ്ഞ് അത് നടപ്പിലാക്കുക കേട്ടോ. അങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ ഇല്ലാതാക്കുക. അതുപോലെ നമ്മുടെ നിരീക്ഷണ സംവിധാനങ്ങൾ, മോണിറ്ററിംഗ് സംവിധാനങ്ങൾ കുറെ കൂടെ മെച്ചപ്പെടുത്തുക. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെ ആവശ്യങ്ങളിലായി കഴിഞ്ഞാലും മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും പ്രോട്ടോകോളുകളൊക്കെ ഒരേപോലെ നടപ്പിലാക്കുക. അതായത് ഒരു സ്റ്റാൻഡർഡൈസേഷൻ എല്ലാവർക്കും ഒരുപോലെ കൊണ്ടുവരിക കേട്ടോ. പിന്നെ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക. പിന്നെ ഈ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസുകൾ ഹാൻഡിൽ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി സീനിയർ ഒഫീഷ്യൽസിന് കൊടുക്കുക. അതും 24/7 റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. പിന്നെ വളരെ പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് മാത്രം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസുകൾ സപ്ലൈ ചെയ്യുക. പിന്നെ വളരെ സർപ്രൈസ് വെരിഫിക്കേഷൻ, അതായത് വളരെ എന്താ പറയാ, ഇത് പ്രത്യേകിച്ച് അനൗൺസ് ചെയ്യാതെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? ഇടയ്ക്കൊരു ചെക്ക് അല്ലെങ്കിൽ എന്താ പറയുക വെരിഫിക്കേഷൻ നടത്തുക. റൂട്ടീൻ ആയിട്ടുള്ള ഓഡിറ്റ് കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്കുള്ള കണക്കെടുപ്പുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? ഇതോടുകൂടി നമ്മുടെ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററുടെ അവസാനിക്കുകയാണ് കേട്ടോ. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ? 9 ക്ലാസ്സുകൊണ്ടാണ് നമ്മൾ ഇതിപ്പോ 9ാമത്തെ ക്ലാസ് ആണ് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ കേട്ടോ. വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇനി മൊഡ്യൂൾ 3-നകത്ത്, ഈ ഒരു മൊഡ്യൂളിനകത്ത് എനിക്കിനി ഒരു ചാപ്റ്റർ കൂടി എടുക്കാനുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതൊരു ചെറിയ ചാപ്റ്റർ ആണ്. അതവിടെ ഇരിക്കട്ടെ, ഞാൻ അതിപ്പോ എടുക്കുന്നില്ല. പകരം ഞാൻ മൊഡ്യൂൾ 4-ലുള്ള ചാപ്റ്റേഴ്സുകൾ നമുക്ക് എടുക്കാം. കാര്യം എന്താന്ന് വെച്ചാൽ മൊഡ്യൂൾ 4-നകത്ത് കുറച്ച് വലിയ ചാപ്റ്ററുകൾ നമുക്ക് കിടപ്പുണ്ട്. വലിയ ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചില ചാപ്റ്ററുകളുണ്ട്. അപ്പൊ നമുക്ക് അത് ആദ്യം എടുക്കാം കേട്ടോ. അത് ആദ്യം എടുക്കാം. കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ്.
അതേസമയം മൊഡ്യൂൾ 4 എനിക്ക് ചെയ്തു തന്ന ചില ചാപ്റ്റേഴ്സുകൾ കുറച്ച് നമുക്ക് സമയം എടുത്ത് മനസ്സിലാക്കേണ്ട കുറച്ച് ചാപ്റ്ററുകളുണ്ട്. അപ്പൊ അത് ആദ്യം നമുക്ക് എടുക്കാം. പിന്നെ ലാസ്റ്റ് ടൈം നമുക്ക് സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് കുഞ്ഞു ചാപ്റ്റർ ആവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ മൊഡ്യൂൾ 4 ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 4 ഒന്നാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന 3rd മൊഡ്യൂളിലെ ചാപ്റ്റർ നമുക്ക് ലാസ്റ്റ് എടുക്കാം കേട്ടോ. ഓക്കെ, എടുക്കൊന്നും വേണ്ട, ബസ്സിനെ അത് എടുക്കാതെ വിടുവോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്തായാലും എടുത്ത് തരാം. വലിയ ചാപ്റ്ററുകൾ നമുക്ക് ആദ്യം എടുക്കാം കേട്ടോ. എന്നിട്ട് അത് പഠിക്കാനെങ്കിലേ സമാധാനം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കേട്ടോ. 4th മൊഡ്യൂൾ ആണ് കേട്ടോ. 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, ഇത് വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. എളുപ്പമുണ്ടായിരുന്നു, പക്ഷെ എളുപ്പമാണ് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത ആളുകൾ ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവരാണോ? അത് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഉണ്ടോ നമ്മുടെ ക്ലാസ്സിനകത്ത്? എടുത്തവരുണ്ടോ ആരെങ്കിലും? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവരാരെങ്കിലും ഉണ്ടോ? എന്താണൊന്നും ഇണ്ടാത്തത്? എന്താണ് നിങ്ങൾ ചോദിച്ചിട്ടൊന്ന് റെസ്പോണ്ട് ചെയ്യാത്തത്? ഓക്കെ, ആരും എടുത്തിട്ടില്ല അല്ലെ? ഓക്കെ, അപ്പൊ ഇനി എടുക്കണം കേട്ടോ. എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാന്ന് പറയുന്നത് നമുക്കറിയാലോ, നമുക്കൊരു എത്ര നമ്മള് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിലും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാല് നമ്മൾക്ക് പൈസ പോണ വഴി അറിയില്ല അല്ലെ? ഓക്കെ, അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് അതിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് എന്താണ്, മെഡിക്കൽ ഇൻഷുറൻസിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ഓക്കെ, പിന്നെ പൊതുവെ ഒരു ഇൻഷുറൻസിൽ നമുക്ക് ലഭിക്കുന്ന കവർ. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴേക്കും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ആ ഒരു ഇൻഷുറൻസിൽ നമുക്ക് ലഭിക്കുന്ന കവറേജുകൾ എന്തൊക്കെയാണ്, പിന്നെ കുറച്ച് നമുക്ക് വെയിറ്റിംഗ് പീരീഡിനെ പറ്റി പഠിക്കാനുണ്ട്, എക്സ്ക്ലൂഷനെ പറ്റിയൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും 3 ഇൻഷുറൻസ് സ്കീമുകളെ പറ്റിയിട്ട് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. ഒന്ന് ESI നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഓക്കെ, ESIനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് CGHS കേട്ടോ. CGHS എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഉണ്ട്. അതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ വന്നിട്ട് RSBY, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഈ BPL ഫാമിലീസിലൊക്കെ വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. അപ്പൊ RSBYനെ പറ്റി പഠിക്കാനുണ്ട്. ഈ 3 സ്കീമുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. ESI ഉണ്ട്, CGHS ഉണ്ട്, RSBY ഉണ്ട്. പിന്നെ പൊതുവെ എങ്ങനെയാണ് ഒരു ക്ലെയിം നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രോസസ് ചെയ്യുന്നത്, അതിന്റെ കുറെ സ്റ്റേജുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാതെ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസിൽ കുറച്ച് ടേംസുകൾ നമുക്ക് ആദ്യം പരിചയപ്പെടണം. കുറെ ടേംസുകളൊക്കെ നമ്മളിത് കേട്ടിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്ന ടേംസുകളാണ് കേട്ടോ. അപ്പൊ ഈ ടേംസുകൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസുകളാണ് കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് ഇപ്പൊ തന്നെ ക്ലാസ്സിൽ നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് ടേംസ് പറയാന്, health insurance meets your medical expenses caused by diseases and accidents. Underline ചെയ്ത് വെക്കുക കേട്ടോ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ് അല്ലെ? ഈ പറയുന്ന അസുഖങ്ങള് അല്ലെങ്കിൽ ആക്സിഡൻസ് മൂലം ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകളെയൊക്കെ നിറവേറ്റുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ടേം, ആരാണ് ഇൻഷുർഡ്, ആരാണ് ഇൻഷുറഡ്? രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. മാറിപ്പോകരുത്, ചെറിയൊരു വാക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. എന്താണ് നീതുവരുടെ നീഡ്സ് ഓർ നീഡ്സ്? ഓക്കെ, അപ്പൊ നോക്കുക, ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ് കേട്ടോ. ഫസ്റ്റ് വൺ, ഇൻഷുർഡ് ആരാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആരാണ് ഇൻഷുർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദ ഇൻഷുർഡ് ഈസ് ദ പേഴ്സൺ ഓർ ബിസിനസ് that gets compensated if the loss occurs.
ഓക്കെ, അതായത് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? INSURED, ഇൻഷുർഡ് ആരാണ്? അതെന്ന് പറഞ്ഞാല് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് ആ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെയോ അല്ലെങ്കിൽ ആ ബിസിനസ് ഓർ ഓർഗനൈസേഷനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഷുർഡ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ ഇൻഷുർഡ് ആരാണ്? പോളിസി ഹോൾഡർ ആണ്, അല്ലെ? പോളിസി എടുക്കുന്ന ആളല്ലേ ഇൻഷുർഡ്. അപ്പൊ ഞാനൊരു പോളിസി എടുക്കുന്നു, എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? നഷ്ടപരിഹാരം കിട്ടും. അപ്പൊ ഞാനാണ് ഇൻഷുർഡ്, അല്ലെ? പോളിസി ഹോൾഡർ. ഓക്കെ, അടുത്തത് ഇൻഷുറർ, അല്ലെ? ഇൻഷുറർ, INSURER. ആരാണ് ഇൻഷുറർ എന്ന് പറഞ്ഞാല്? കമ്പനിയാണ് ഇൻഷുറർ. ഓക്കെ, ഇറ്റ് ഈസ് ദ കമ്പനി ദാറ്റ് അഗ്രീസ് ടു പേ ദ കോമ്പൻസേഷൻ. നഷ്ടപരിഹാരത്തിനായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്ന കമ്പനി, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഷുറർ എന്ന് പറയുന്നത്. മാറിപ്പോവില്ലല്ലോ? ഓക്കെ അല്ലേ? ഇൻഷുർഡ് ഓക്കെ അല്ലേ? അപ്പൊ ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ പോളിസി ഹോൾഡർ ആണ്, ഇൻഷുറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പനിയാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്താണ്? The money that is paid by the insured to the insurer is called പ്രീമിയം. ഓക്കെ, എന്താണ് പ്രീമിയം എന്ന് പറഞ്ഞാല്? ഒരു ഇൻഷുർഡ്, അതായത് ഒരു പോളിസി ഹോൾഡർ ഇൻഷുറർക്ക്, കമ്പനിക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് മണി, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീമിയം എന്ന് പറയുന്നത്, അല്ലെ? ഓരോ ഹെൽത്ത് ഇൻഷുറൻസിന് ഓരോ തരത്തിലുള്ള പ്രീമിയം അല്ലെ? അപ്പൊ നമ്മൾ ചിലപ്പോൾ എല്ലാ മാസം അടക്കേണ്ടി വരും, ചിലത് 3 മാസം കൂടുമ്പോ പ്രീമിയം അടയ്ക്കുന്നത് ഉണ്ടാവും, ചിലതൊരു വർഷത്തേക്കുള്ള പ്രീമിയം, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എന്തായാലും ഒരു പോളിസി ഹോൾഡർ, അതായത് ഒരു ഇൻഷുറർക്ക് കമ്പനിക്ക് കൊടുക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത് കേട്ടോ, പ്രീമിയം. ഓക്കെ, അപ്പൊ ആ ഒരു ടേം ക്ലിയർ ആയതുകൊണ്ട് 4 ടേം പഠിച്ചു കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ, പ്രീമിയം, 4 ടേംസ് ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാല്? പോളിസി എന്ന് കേട്ടാൽ അതെന്താണ്? അതൊരു എഗ്രിമെന്റ് ആണ്, അതൊരു കരാറാണ്. ഓക്കെ, അപ്പൊ നോക്കി, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഈസ് an agreement between an insurer and an individual or group in which the insurer agrees to provide specific health insurance cover at a particular premium. Underline ചെയ്തിരിക്കുകയാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് എന്താണ്? അതൊരു എഗ്രിമെന്റ് ആണ്, അല്ലെ? ഒരു കരാറാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഫാത്തിമ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഡീറ്റെയിൽസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാല് ഇതൊരു എഗ്രിമെന്റ് ആണ്, ഒരു കരാറാണ്. ആരൊക്കെ തമ്മിലുള്ള കരാറാണ്? നമ്മൾ ഈ പറയുന്ന ഇൻഷുററും തമ്മിലുള്ള ഒരു കരാറ്, അല്ലെ? പോളിസി ഹോൾഡറും കമ്പനിയും തമ്മിലുള്ള ഒരു കരാറാണ്, അല്ലെ? എന്താണ് കരാറിൽ പറയുന്നത്? അതായത് കമ്പനി, ഇൻഷുറർ ഒരു നിശ്ചിത പ്രീമിയം തുകയില് ഇത്ര പരിരക്ഷ അവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു കരാറാണ്, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, it is an agreement between insurer and individual or group in which insurer, അതായത് കമ്പനി, agrees to provide specific health insurance cover at a particular premium. അതായത് ഒരു കമ്പനി ഒരു നിശ്ചിത പ്രീമിയത്തില് എന്താണ്, ഇൻഷുർഡിന് ഒരു പരിരക്ഷ കൊടുക്കാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും ടേംസുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലാവുന്നതുണ്ടോ? ഓക്കെയാണ്. ഇനി അടുത്തതാണ്, നമുക്ക് നമുക്കറിയാവുന്ന കുറെ ടേംസുകളാണ് കേട്ടോ. അടുത്തത് ക്ലെയിം ആണ്. ക്ലെയിം കേട്ടിട്ടില്ലേ? ക്ലെയിം ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മൾ അവകാശം ഉന്നയിക്കുകയാണ്, അല്ലെ? നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, അല്ലെ? അതാണ് ക്ലെയിം. ഓക്കെ, എ പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് by an insurer of a loss covered by a policy. ചുരുക്കി പറഞ്ഞ എന്താണ്? a person's request for the payment, അല്ലെ? നമ്മൾ ആ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് ആ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അവരോട്, കമ്പനിയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ അവകാശപ്പെടുകയാണ്, അല്ലെ? ഇത്ര നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നു, നമുക്ക് ആ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, നമുക്കൊരു അപകടം പറ്റി, സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്പനിയോട് ക്ലെയിം ചെയ്യൂല, എനിക്കിങ്ങനെ പറ്റി, എനിക്ക് ഇത്ര രൂപ വേണമെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിം അനുസരിച്ച് ഇത്ര എമൗണ്ട് എനിക്ക് നഷ്ടപരിഹാരം വേണം
വേണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ അവകാശപ്പെടുകയാണ് അല്ലെ, അതിനെയാണ് നമ്മൾ ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേഴ്സൺസ് റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ്, ഓക്കെ, ബൈ an insurer of a loss covered by a policy. Okay, this is a request for the payment കേട്ടോ. ഇനി ക്ലെയിം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതൊക്കെയാണ്, ഒന്ന് ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട് കേട്ടോ. രണ്ട് ടൈപ്പ് ക്ലെയിം ആണുള്ളത്, ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും. എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാല്? ദ ക്ലെയിംസ് മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. ഇതാണ് ദ ക്ലെയിംസ് മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. അതായത് ഒരു പോളിസി ഹോൾഡർ തന്റെ സ്വന്തം ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള എന്താണ് ക്ലെയിം ഉന്നയിക്കുകയാണ് അല്ലെ, നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നതിനെയാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലെയിംസ് മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. അതായത് ഒരു പോളിസി ഹോൾഡർ തന്റെ സ്വന്തം ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള തുകയ്ക്ക് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാണ് അല്ലെ, റിക്വസ്റ്റ് ചെയ്യാണ്. അതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. ഓക്കെ, ഇപ്പോ രാഹുൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു കാറുണ്ട്. ഓക്കെ, അദ്ദേഹം എന്ത് എടുത്തിട്ടുണ്ട്? ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്, എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ. ഇദ്ദേഹം കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്, ഇദ്ദേഹത്തിന് പരിക്കും പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പൊ ആളെന്ത് ചെയ്യാണ്? രാഹുലിന്റെ സ്വന്തം കമ്പനിയോട് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു, ഇത്ര നഷ്ടങ്ങൾ ഉണ്ടായി, എനിക്ക് നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ തന്റെ കമ്പനിയോട് റിക്വസ്റ്റ് കൊടുക്കുക. അതെന്താണ്? ഫസ്റ്റ് പാർട്ടി ക്ലെയിം ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? തേർഡ് പാർട്ടി ക്ലെയിം. തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ക്ലെയിംസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ against another person's company. എന്ന് പറഞ്ഞാല് മൂന്നാമതൊരു വ്യക്തി പോളിസി ഹോൾഡറിന്റെ കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള തുകയ്ക്ക് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാണ്. അതാണ് എന്ത്? തേർഡ് പാർട്ടി ക്ലെയിം. മനസ്സിലായോ? മൂന്നാമതൊരു വ്യക്തി ഈ പറയുന്ന പോളിസി ഹോൾഡറിന്റെ കമ്പനിയുടെ അടുത്ത് എന്തിനു വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്? നഷ്ടപരിഹാരത്തിന് റിക്വസ്റ്റ് കൊടുക്കാണ്. അതാണ് എന്ത്? തേർഡ് പാർട്ടി ക്ലെയിം. ഇപ്പൊ നമ്മൾ രാഹുലിന്റെ കേസ് എടുക്കാം. അപ്പൊ രാഹുല് കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പ്രിയയുടെ കാറിൽ പോയി ഇടിച്ചു എന്ന് വിചാരിക്കാം, വേറൊരാളുടെ പ്രിയയുടെ കാറിൽ പോയി ഇടിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ രാഹുലിന്റെ കാറ് തട്ടി പ്രിയയുടെ കാറിന് എന്തെന്ന് കേടുപാടുകൾ വന്ന് പ്രിയയ്ക്ക് കുറച്ച് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ വന്നു എന്ന് വിചാരിക്കാം. പ്രിയ എന്ത് ചെയ്യാണ്? രാഹുലിന്റെ കമ്പനിയുടെ അടുത്ത് എന്താണ് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള തുകയ്ക്ക് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ അവിടെ മൂന്നാമതൊരു വ്യക്തി എന്ത് ചെയ്യാണ്? പോളിസി ഹോൾഡറിന്റെ കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞ കാര്യം? നമ്മള് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് മാത്രമല്ല അപകടം പറ്റുക, നമ്മുടെ മൂലം മറ്റൊരാൾക്ക് അപകടം പറ്റിയാലോ? അയാള് നമ്മുടെ കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യും. അതാണ് എന്ത്? തേർഡ് പാർട്ടി ക്ലെയിം ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കുക എന്നല്ലേ അർത്ഥം. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക അല്ലെ, അവോയ്ഡ് ചെയ്യുക. അപ്പൊ അത് തന്നെയാണ്. അതായത് സ്പെസിഫിക് കണ്ടീഷൻസ് ഓർ സർക്കംസ്റ്റൻസസ് enlisted in the policy that are not covered by the policy. റിസ്ക്, അത് ചില റിസ്കുകളാണ്. അതായത് നമ്മൾ ഓരോ പോളിസി എടുക്കുമ്പോഴും ആ പോളിസിയിൽ കവർ ചെയ്യാത്ത, കവറേജ് കൊടുക്കാത്ത ചില കണ്ടീഷൻസുകൾ, ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില കണ്ടീഷൻസുകളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട് കേട്ടോ, ചില റിസ്കുകളുണ്ട്. അത് നമ്മൾ പ്രത്യേകം ആ പോളിസിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്തു. അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ അതിന് ആ പോളിസി പ്രകാരം ഇൻഷുറൻസ് കവറേജ് നമ്മൾ കൊടുക്കുന്നില്ല. അതിന് എന്ത് ചെയ്യുകയാണ്? ചില സാഹചര്യങ്ങൾ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾക്ക് എന്ത് കൊടുക്കൂല? പോളിസിയിൽ കവറേജ് കൊടുക്കൂല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങള്, ഓക്കെ, അത്തരത്തിലുള്ള സർക്കംസ്റ്റൻസസ് ഓർ കണ്ടീഷൻസ് ഓർ ചില സ്പെസിഫിക് റിസ്കുകളാവാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് ലിസ്റ്റ് ചെയ്യും. അതാണ് എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ചില റിസ്ക് ആണെന്ന് പറഞ്ഞല്ലോ. ആ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പോസിബിലിറ്റി ഓഫ് എ ലോസ്. നമുക്ക് നഷ്ടം വരുന്ന എന്തും എന്താണ്? റിസ്ക് ആണ് അല്ലെ. നമുക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും നമുക്ക് നഷ്ടം വരുന്ന എന്ത് കാര്യങ്ങളും എന്ത് തന്നെയാണ്? നമുക്ക് റിസ്ക് ആണ് അല്ലെ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എക്സ്ക്ലൂഷൻ ഒക്കെ മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ ഒരാള് ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ലൈഫ് ഇൻഷുറൻസ് പോളിസി അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ച് നമുക്ക് എന്തെങ്കിലും ജീവഹാനിയായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഷുറൻസ് തുക കിട്ടും. അങ്ങനെയാണല്ലോ കൃത്യമായിട്ടും
അതേസമയം നമ്മൾ ആ ഇൻഷുറൻസിൽ പ്രത്യേകം അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും സ്വയം വരുത്തുന്ന പ്രശ്നങ്ങൾക്ക്. ചിലർ ആത്മഹത്യയൊക്കെ ചെയ്യാം, അങ്ങനെയും ജീവൻ കളയാണോ. അപ്പൊ ആത്മഹത്യയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഷുറൻസ് കവറേജ് കൊടുക്കില്ല എന്നുള്ളത് പ്രത്യേകം അവർ ആ പോളിസിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ക്ലൂഷൻ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ അല്ലേ? അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്ലെയിം ഇൻഷുറൻസും കേട്ടോ. അപ്പൊ രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എന്താ നോക്കാം. ഫസ്റ്റ് വൺ ഹെൽത്ത് ഇൻഷുറൻസ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് that covers the cost of an insured individual's medical and surgical expenses കേട്ടോ. അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തിയുടെ ഈ പറയുന്ന എല്ലാ മെഡിക്കൽ സർജിക്കൽ എക്സ്പെൻസുകൾക്കുമുള്ള കവറേജ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ ഹെൽത്ത് ഇൻഷുറൻസ് എന്തിനായിരിക്കും? ഈ പറയുന്ന ഇൻഷുറൻസ് എടുത്ത വ്യക്തിയുടെ മെഡിക്കൽ സർജിക്കൽ ചെലവുകൾക്കൊക്കെ കവറേജ് കൊടുക്കുന്ന ഇൻഷുറൻസ് അല്ലെ, ദാറ്റ് ഈസ് കോൾഡ് ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, രണ്ടാമത്തത് മെഡിക്ലെയിം ഇൻഷുറൻസ്. അപ്പൊ രണ്ടും കേൾക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നും, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം ലാസ്റ്റ് പറയാം. നോക്കാം. മെഡിക്ലെയിം ഇൻഷുറൻസ്. മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കവർ വിച്ച് ലുക്സ് ആഫ്റ്റർ the hospitalization expenses based on maximum sum insured of the insured with regard to the following situations. അതായത് ഒരു ഇൻഷുറൻസ് എടുത്ത വ്യക്തിക്ക് അവര് ഇൻഷുറൻസ് എടുത്ത പരമാവധി തുകയെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള എല്ലാവിധ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളും ചെലവുകൾക്കുമുള്ള കവറേജ് കൊടുക്കുന്ന ഇൻഷുറൻസിനെയാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻഷുറൻസ് എടുത്ത വ്യക്തി അവർ എത്ര രൂപയ്ക്കാണോ ഇൻഷുറൻസ് എടുത്തത് ആ മാക്സിമം തുകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ഹോസ്പിറ്റലൈസേഷൻ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഷുറൻസ്. അതിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് കണ്ടോ ചില സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ഇൻ ദ ഇവന്റ് ഓഫ് എ സഡൻ ഇൽനെസ്, പെട്ടെന്നൊരു അസുഖം വരികയാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പെട്ടെന്നൊരു അസുഖം ഉണ്ടായിക്കഴിഞ്ഞാല്. അതുപോലെ ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ് സംഭവിച്ച, ആക്സിഡന്റ് എന്ന് പറയുന്നതും അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാല്, അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് എനി സർജറി റിക്വയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡിസീസ് which has arisen during the policy period. അതുപോലെ ഇവര് പോളിസി എടുത്തിട്ടുള്ള കാലയളവില് ഏതെങ്കിലും അസുഖങ്ങൾ മൂലം പെട്ടെന്നൊരു ഇമീഡിയറ്റ് സർജറി ഒക്കെ ആവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന 3 സാഹചര്യങ്ങളിലും ഈ പറയുന്ന ഇൻഷുറൻസ് എടുത്ത വ്യക്തിയുടെ മാക്സിമം തുകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ട ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ മീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഇൻഷുറൻസിനെയാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ നെക്സ്റ്റ് സംശയം, ഇത് രണ്ടും ഒന്നല്ലേ? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നതും മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത് രണ്ടും സെയിം അല്ലേ? ഇതെന്താ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് തോന്നാം. എന്താ വ്യത്യാസം എന്ന് അറിയാമോ? ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡർ കവറേജ് ആണ് നമുക്ക് നൽകുന്നത്. പക്ഷെ വളരെ കോംപ്രിഹെൻസീവ് ആണ്, ഒരു സമഗ്രമായിട്ടുള്ള ഒരു കവറേജ് തരുന്നുണ്ട്. അവിടെ എന്ന് പറഞ്ഞ വല്ല കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ അവർ പറയുന്നില്ല അല്ലെ. മെഡിക്കൽ സർജിക്കൽ എക്സ്പെൻസുകൾക്കുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് എപ്പോ വേണമെങ്കിലും ആവാം അല്ലെ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആവാം, അതുപോലെ ഡ്യൂറിംഗ് ഹോസ്പിറ്റലൈസേഷൻ ആവാം, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആവാം അല്ലെ. ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല, ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നതിന് മുൻപ് അല്ലാതെ പല മെഡിക്കൽ എക്സ്പെൻസുകൾ വരുന്നുണ്ട്, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന വരുന്നുണ്ട്, അതിനുശേഷവും നമുക്ക് വരാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ അവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് തരുന്നത് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു കവറേജ് ആണ്. അതേസമയം നമ്മൾ രണ്ടാമത് പറഞ്ഞ മെഡിക്ലെയിം ഇൻഷുറൻസ് അതിന് ചില സിറ്റുവേഷൻസ് പ്രത്യേകം അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് അല്ലെ. പെട്ടെന്ന് ആക്സിഡന്റ് വന്നാ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ എന്തെങ്കിലും കാരണം മൂലം സർജറി ഇമീഡിയറ്റ് ആയിട്ട് വന്നാൽ അത്തരം സാഹചര്യങ്ങളിലെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ കവർ ചെയ്യാനാണ് ഇത് സഹായിക്കുന്നത്, മെഡിക്ലെയിം ഇൻഷുറൻസ് സഹായിക്കുന്നത്. അപ്പൊ അത് അത്ര വലിയ ബ്രോഡർ കവറേജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ഓക്കെയാണ്. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ അവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. എല്ലാ തരത്തിലുള്ള ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ കവറേജ് ഹെൽത്ത് ഇൻഷുറൻസിൽ കൊടുക്കുന്നില്ല. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നും കേട്ടോ.
ഇത്രയും ടേംസുകൾ ഓക്കെയാണോ? ഇത്രയും എന്തൊക്കെ ടേംസ് നമ്മൾ പറഞ്ഞു? ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുറർ, ഇൻഷുർഡ്, അതുപോലെ പ്രീമിയം എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണ്, ക്ലെയിം എന്താണ്, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, എക്സ്ക്ലൂഷൻ, പിന്നെ ഹെൽത്ത് ഇൻഷുറൻസും മെഡിക്ലെയിം ഇൻഷുറൻസും. ഈ ടേംസുകൾ ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി ഇൻഷുറൻസ് പഠിക്കാൻ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ കേട്ടോ. മേജർ വൺസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇൻഷുറൻസ് ഫേംസുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു പോയാൽ മതി കേട്ടോ. അതൊന്നും അതിനകത്ത് ചോദ്യങ്ങളൊന്നും വരാനില്ല. അറിഞ്ഞിരിക്കുക അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്. ബജാജ് അലയൻസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. അതുപോലെ ഭാരതി എയിംസ്, ICICI പ്രൊഡൻഷ്യൽ, മാക്സ് ന്യൂയോർക്ക്, നെറ്റ് ലൈഫ് ഇന്ത്യ ഭയങ്കര ഫേമസ് ആണ്. നെറ്റ് ലൈഫ് ഇന്ത്യ ഇതൊക്കെ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന വളരെ നേച്ചർ ആയിട്ടുള്ള ഇൻഷുറൻസ് ഫേംസുകളാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കേട്ടോ. ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ അഡ്വാൻറ്റേജസ് അഥവാ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ബെനിഫിറ്റുകളാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്സ് റിസൾട്ട് ഇൻ എ ഫിനാൻഷ്യൽ ക്രൈസിസ് accessing the health care. Insurance coverage permits a poor patient to access highly costly health care services. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇപ്പൊ നമുക്കിപ്പോ ഒരു ഹെൽത്ത് കെയർ ലഭിക്കാനായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇൻഷുറൻസ് ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്കത് വളരെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ നയിക്കും. അതേസമയം നമുക്കൊരു ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിലോ, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെങ്കിലോ നമുക്ക് വളരെ ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സേവനങ്ങളും നമുക്ക് വളരെ ഏത് പാവപ്പെട്ടവന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ലഭിക്കും അല്ലെ? ഏത് പാവപ്പെട്ട ആളുകൾക്കും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ എത്ര ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള മെഡിക്കൽ സേവനങ്ങളും നമുക്കത് ലഭിക്കുന്നതാണ്. അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അല്ലേ? ഓക്കെ, രണ്ടാമത് എന്താണ്? കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ സെൻഡ് ഫാമിലീസ് ടു പോവർട്ടി. സെയിം കാര്യം തന്നെയാണ്. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ, ഹോസ്പിറ്റലൈസേഷൻ കേസ് വന്ന കയ്യിലെ പൈസകളൊക്കെ നമ്മൾ പോകും അല്ലെ? ഇവിടെ നമ്മുടെ ഫാമിലി തന്നെ വലിയൊരു ദാരിദ്ര്യത്തിലോട്ട് പോകാനായിട്ട് അത് കാണാറുണ്ട്. സോ മെഡിക്കൽ ഇൻഷുറൻസ് ക്യാൻ അവോയ്ഡ് ദി സിറ്റുവേഷൻ. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം സിറ്റുവേഷനൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെന്താണ്? മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് പേഷ്യൻസ് ഫോർ ദ നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ ഒക്കെ നമ്മൾ എവിടെ പഠിച്ചു? മെറ്റീരിയൽ മാനേജ്മെന്റിനൊക്കെ പഠിച്ചതാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് ഒരു പേഷ്യൻസിന് ഹോസ്പിറ്റലുമായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെഗോഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യാനുള്ളൊരു അർത്ഥമാണ് അല്ലെ? ഇപ്പൊ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് തന്നെ അവർക്ക് ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും അവർക്ക് ലഭിക്കേണ്ട എന്താ പറയാ പരിചരണങ്ങളെ പറ്റിയിട്ടൊക്കെ അവർക്ക് മുൻകൂട്ടി തന്നെ അവരുമായിട്ട്, അതായത് നമ്മുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് ഹോസ്പിറ്റലുമായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്, ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ഇപ്പൊ പൊതുവെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സർജറിയോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ചെലവ് വരുന്ന എന്തെങ്കിലും ട്രീറ്റ്മെന്റുകളൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ട് ഡോക്ടർ നമ്മളോട് ഇന്ന് ചോദിക്കും അല്ലെ, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പോളിസി നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഹോസ്പിറ്റലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാനുണ്ട്, അവരുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനൊരു കോൺഫിഡൻസ് നമുക്ക് നൽകുന്നുണ്ട് അല്ലെ? ഓക്കെ, പിന്നെന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് യു ഫ്രം ദ ഹൈ ആൻഡ് എക്സ്പെക്ടഡ് കോസ്റ്റ്. നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന പല ചെലവുകളെയും പല ചെലവുകൾ പ്രത്യേകിച്ച് അസുഖം മൂലമാണ് അങ്ങനെ നമുക്ക് വലിയൊരു അൺഎക്സ്പെക്ടഡ് കോസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ അല്ലെ? എന്താണ്? ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ. ഏറ്റവും ഗുണനിലവാരമുള്ള ഒരു പരിചരണം ഏത് സാധാരണക്കാർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് അവിടെ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാ ആളുകൾക്കും എന്താണ്? നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് എല്ലാവർക്കും താങ്ങാവുന്ന രീതിയിൽ, എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ടാക്സ് ബെനിഫിറ്റ് ആണ്. നികുതി ആനുകൂല്യം ലഭിക്കും. നികുതി ആനുകൂല്യം ലഭിക്കും നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ ഒരാൾക്ക്
വാർഷിക വരുമാനം ഒരു 5 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, വാർഷിക വരുമാനം കേട്ടോ. 5 ലക്ഷം രൂപ വാർഷിക വരുമാനം ഒക്കെ ഉണ്ടാവുമ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വരും, അവർക്ക് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇയാള് ഒരു 10,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇയാൾ എടുത്തിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. എക്സാമ്പിളിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. 10,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇയാൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇയാൾക്ക് എന്ത് ചെയ്താൽ മതി എന്നറിയോ? 5 ലക്ഷം രൂപയ്ക്കാണ് ഇയാൾക്ക് ടാക്സ് കൊടുക്കുന്നത്. അപ്പൊ ഇയാൾ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തത് കൊണ്ട് 10,000 രൂപ പ്രീമിയത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത്. ആ 10,000 രൂപ കഴിച്ച് ബാക്കി 4,90,000 രൂപയ്ക്കുള്ള ടാക്സ് ഇയാള് അടച്ചാൽ മതി. കണ്ടോ? അപ്പൊ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? നികുതി ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? 5 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ഒരാള് 10,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 5 ലക്ഷത്തിന് 10,000 രൂപ കഴിച്ച് ബാക്കി 4,90,000 രൂപയ്ക്കുള്ള ടാക്സ് ഇയാൾ ഗവൺമെന്റിലോട്ട് പേ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ചെറിയൊരു അളവ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള നികുതി ആനുകൂല്യങ്ങളും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കിട്ടിയോ? മനസ്സിലായോ? ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റുകളൊക്കെ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം അല്ലെ? ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. എന്താണ് എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ്? ഇനി ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവെ കവർ ചെയ്തു പോകുന്ന ചെലവുകൾ എന്തൊക്കെയാണ്? ഒരു കാര്യം നിങ്ങളോട് പറയണം, ഓരോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ. എല്ലാവരും ഒരുപോലെയല്ല. ഈ ഇൻഷുറൻസ് ഏജൻസ് ഒക്കെ ആയിട്ട് സംസാരിച്ചാൽ അറിയാൻ പറ്റും. പല ടൈപ്പ് ഓഫ് പോളിസികളുണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് കവറേജ് കൊടുക്കുന്ന പോളിസികൾ, പല പ്രീമിയത്തിലുള്ള പോളിസികളുണ്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ചൊക്കെ എല്ലാത്തിനും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും, എക്സ്ക്ലൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എങ്കിലും പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവെ കവർ ചെയ്തു പോകുന്ന ചെലവുകൾ എന്തൊക്കെയാണ്? ഓക്കെ, എന്തൊക്കെ ചെലവുകൾക്കുള്ള പരിരക്ഷകൾ പൊതുവെ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പഠിക്കുന്നത്. അത് നോക്കണം. Each insurance company provides plans that cover various expenses. Some of the standard health expenses covered are the following. അതിനകത്ത് നമുക്ക് ഒരു 7 പോയിന്റ് പഠിക്കാനുണ്ട് കേട്ടോ. 7 പോയിന്റുകൾ പഠിക്കാനുണ്ട്. പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ എക്സ്പെൻസുകൾക്കുള്ള കവറേജ് കിട്ടുന്നുണ്ട്? 1, ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. 2, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. 3, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. 4th one, ആംബുലൻസ് ചാർജസ്. 5th one, ഡേ കെയർ ട്രീറ്റ്മെന്റ്. 6th one, ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്. ആൻഡ് 7th one, ഇൻകം ബെനിഫിറ്റ്. അപ്പൊ ഇത്രയും എക്സ്പെൻസുകൾക്കുള്ള കവറേജ് ഹെൽത്ത് ഇൻഷുറൻസിൽ ലഭിക്കുന്നുണ്ട്. ആ പേരിൽ തന്നെ കുറെയൊക്കെ നമുക്ക് കിട്ടും. ഫസ്റ്റ് വൺ എന്താണ്? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിറ്റ് ആവാം. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസ് ആണല്ലോ. അപ്പൊ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ വരുന്ന ചെലവുകൾക്കുള്ള കവറേജ് എന്തിൽ കിട്ടുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസിൽ കിട്ടുന്നുണ്ട്. ആ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. In case of the patient is hospitalized due to an injury or illness and it is covered in your health insurance plan, the hospitalization expense will be met by the insurer. Okay, അതായത് ഒരു രോഗി അസുഖം മൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചോ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അഡ്മിറ്റ് ആകുമ്പോൾ നിങ്ങൾ എടുത്ത ഇൻഷുറൻസ് പ്ലാനിൽ അതിനുള്ള പരിരക്ഷയുണ്ടെങ്കിൽ, കവറേജ് ഉണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളും അതിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ എക്സ്പെൻസുകൾ കിട്ടുന്ന പറയുക? ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ എക്സ്പെൻസുകൾ അതിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട്? റൂം റെന്റ്. അവർക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അവർക്ക് ഒരു റൂമിലോ വാർഡിലോ ഒക്കെ റൂമൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ റൂം റെന്റിനുള്ളത് കിട്ടുന്നുണ്ട്. അതുപോലെ നഴ്സിംഗ് എക്സ്പെൻസസ് കേട്ടോ. നഴ്സിംഗ് സേവനങ്ങൾക്കുള്ള എമൗണ്ട് കിട്ടും. അതുപോലെ ICU ചാർജസ്. ഇനി ഈ രോഗി ICUവിൽ ആവുകയാണെങ്കിൽ ICU ചാർജസ്. പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ അല്ലെ, ഡോക്ടറുടെ കൺസൾട്ടേഷനുള്ള ചെലവുകള്. ഇനി സർജറി, ഇനി അവർക്ക് എന്തെങ്കിലും സർജറിയോ കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറിക്കുള്ള കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽ എക്സെട്ര. അത് കൂടാണ്ട് സർജറിയുടെ ചെലവ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ലല്ലോ. ഇപ്പൊ സർജിക്കലിൽ ഉപയോഗിക്കുന്ന ടൂൾസുകള്, പിന്നെ എന്തെങ്കിലും രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങള്, മെറ്റീരിയൽസുകള്, അങ്ങനെയൊക്കെയുള്ള ചെലവുകളൊക്കെ ഇതിലൂടെ കിട്ടുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് വഴിയായിട്ട് ലഭിക്കുന്നുണ്ട്.
അത്രയേ ഉള്ളൂ. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനൊക്കെ കിട്ടുന്നുണ്ട് റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി ആൻഡ് അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് എക്സെട്ര. അതാണ് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് കേട്ടോ. അടുത്തത് എന്താണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അതായത് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് വരുന്ന ചില ചെലവുകൾ. ഇപ്പൊ ചില ആളുകൾ റൂട്ടീൻ ആയിട്ടൊക്കെ മെഡിക്കൽ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ, ചില പ്രിവെന്റീവ് സർജറികളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്യും. അതായത് അവർ റൂട്ടീൻ ആയിട്ട് ഇപ്പൊ വർഷത്തിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ഒരു മെഡിക്കൽ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തില് അതുപോലെ തന്നെ നമ്മളിപ്പോ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ലാതെ നമ്മളിപ്പോ ഡോക്ടറെ കാണുന്നുണ്ട്, മരുന്ന് മേടിക്കുന്നുണ്ട് അല്ലെ, അങ്ങനെയൊക്കെയുള്ള ചെലവുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. അതായത് all medical expenses incurred before the patient is hospitalized up to a period specified earlier are covered in the insurance plan. അപ്പോ എല്ലാവിധ മെഡിക്കൽ എക്സ്പെൻസുകൾ, അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുമ്പായിട്ട് ആ ഒരു രോഗിക്ക് വരുന്ന എല്ലാവിധ മെഡിക്കൽ എക്സ്പെൻസുകളും ഒരു പ്രത്യേക കാലയളവ് വരെ ഒരു പ്രത്യേക എന്താണ് ഇത് അഡ്മിറ്റ് ആയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുള്ളൂ. അല്ല, അഡ്മിറ്റ് ആയാൽ മാത്രമല്ല, അഡ്മിറ്റ് ആവുന്നതിന് മുമ്പുള്ള അതും കിട്ടും, അഡ്മിറ്റ് ആയതിനു ശേഷമുള്ളതും കിട്ടും. പക്ഷെ എന്താണ് നമ്മൾ എടുത്ത ഇൻഷുറൻസ് പോളിസിക്ക് അനുസരിച്ച് നോക്കണം കേട്ടോ. എല്ലാത്തിനും കിട്ടുന്നു എന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു, അതായത് എല്ലാ ഇൻഷുറൻസ് പോളിസി എല്ലാം ഒരുപോലെയൊന്നും അല്ല, വ്യത്യാസങ്ങളുണ്ട്. അതിന് കൃത്യമായിട്ട് ടേംസ്, നമ്മളിപ്പോ ഒരു പോളിസി എടുക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എടുക്കുന്ന പോളിസിയിൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് മാത്രമേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി അതേസമയം ചില പ്ലാനിൽ അങ്ങനെ ആയിരിക്കില്ല, കുറെ കൂടെ വൈഡായിട്ട് പൊതുവെ കിട്ടും. അതായത് ചിലപ്പോ അല്ലാതെ നമ്മൾ നടത്തുന്ന മെഡിക്കൽ ചെക്കപ്പിനും ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതും അതിനുശേഷമൊക്കെ വരുന്ന അങ്ങനത്തെ ചില കവറേജ് തരുന്ന പോളിസിന് നമ്മൾ എടുക്കുന്ന പോളിസിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ പൊതുവെ പറയുന്നത് പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിൽ എന്തൊക്കെ കവറേജുകൾ കിട്ടും എന്ന് മാത്രമാണ് നമ്മളിവിടെ ജസ്റ്റ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം, ഈ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുൻപായിട്ട് വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകൾ, അതും ഒരു പ്രത്യേക കാലയളവ് വരെ ഉള്ളതേ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മൾ പറയുമ്പോ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് വരുന്ന എല്ലാ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും കിട്ടണമെന്നില്ല. അതിനൊരു പ്രത്യേക ലിമിറ്റ് വെക്കും, ഒരു കാലയളവ് വെക്കും കേട്ടോ. ആ ഒരു കാലയളവിനുള്ളില് ഈ പറയുന്ന ചെലവുകൾക്കൊക്കെ ലഭിക്കും കേട്ടോ. അതാണ് അവർ ഉദ്ദേശിച്ചത്. അത്രയും പീരീഡ് സ്പെസിഫൈഡ് ആ കവേർഡ് ഇൻ ദ ഇൻഷുറൻസ്. അപ്പോ നമ്മളിവിടെ പറഞ്ഞല്ലോ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ എക്സ്പെൻസുകളാണ് അതിനകത്ത് വരിക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഏതൊക്കെയാണ്? ദീസ് കൺസിസ്റ്റ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻ. നമുക്കിപ്പോ ഒരു ചുമ വന്നു, പനി വന്നു, നമ്മൾ ഡോക്ടറെ കാണാൻ പോകും അല്ലെ, അതിന് അഡ്മിറ്റ് ആണ് നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മൾ ഡോക്ടറെ കാണുന്നുണ്ട്, മരുന്നുകൾ മേടിക്കുന്നുണ്ട്, അപ്പൊ ചെലവുകൾ വരുന്നുണ്ട് അല്ലെ. ഓക്കെ, അത്തരത്തിലുള്ള ഡോക്ടർ കൺസൾട്ടേഷൻസ്. പിന്നെ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസുകൾക്ക് പ്രൈമറി പ്രൊസീജിയേഴ്സ് അല്ലെ. നമ്മള് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു എക്സ്റേ എടുക്കാനോ CT എടുക്കാനോ ഒക്കെ ഡോക്ടർ പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിന്, പ്രൈമറി പ്രൊസീജിയേഴ്സിന്, പ്രിവെന്റീവ് സർജറീസ്. ചിലത് പ്രിവെന്റീവ് സർജറികൾ ചെയ്യും. അതായത് അതിന് അഡ്മിറ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പ്രിവെന്റീവ് സർജറികൾ ചെയ്യാം. അതുപോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എക്സ്റേ, CT, MRI ഇങ്ങനെയൊക്കെ എടുക്കുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് അതിലൊന്നും അഡ്മിറ്റ് ആവണമെന്ന് നിർബന്ധമില്ലല്ലോ, അല്ലാതെ വരുന്ന എക്സ്പെൻസുകളാണ്. മെഡിസിൻസ് അല്ലെ, നമ്മൾ വാങ്ങുന്ന മരുന്നുകള്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിനുള്ള കവറേജും ഇതിലൂടെ ലഭിക്കാറുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ലഭിക്കാറുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഓണാശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ട് എല്ലാവരും ഓണം ആഘോഷിക്കാം. പിന്നെ വീട്ടിലെല്ലാവരോടും ഓണത്തിന്റെ അന്വേഷണങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ട്. ഇൻ കേസ് പറയാൻ പറ്റിയില്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ആണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വെക്കേഷനോ? അത് എനിക്കറിയില്ല കേട്ടോ. ഓഫീസിൽ നിന്ന് അറിയിക്കാം കേട്ടോ. ഓഫീസിൽ നിന്ന് ഇന്ന് ഞാൻ ഈ ചാപ്റ്റർ ആയപ്പോഴാണ് കേറിയത്. മറ്റേ ചാപ്റ്റർ ഫിനിഷ് ആക്കിയിട്ടല്ലേ ഇപ്പൊ? മെറ്റീരിയൽ മാനേജ്മെന്റ് തീർത്തു കേട്ടോ.
മെറ്റീരിയൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു ചാപ്റ്റർ കൂടെ നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെറിയ ചാപ്റ്റർ നമുക്ക് ലാസ്റ്റ് എടുക്കാം കേട്ടോ. നമുക്ക് വലിയ വലിയ ചാപ്റ്ററുകൾ ആദ്യം തീർക്കാം. അതുകൊണ്ടാണ് മൊഡ്യൂൾ 4-ന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അതെ അത് മിസ്സേ ഫസ്റ്റ് തന്നെയല്ലേ ഹെൽത്ത് ഇൻഷുറൻസ് മീറ്റ്സ് ആണോ നീഡ്സ് ആണോ? മീറ്റ്സ് നിറവേറ്റുക. ആ മീറ്റ്സിന്റെ അർത്ഥം നിറവേറ്റാണ് കേട്ടോ. ഓക്കെ, മീറ്റ്സിന് രണ്ടർത്ഥമുണ്ട്. കണ്ടുമുട്ടുക എന്നുള്ള മീറ്റിട്ട് നിറവേറ്റുക എന്നുള്ള അർത്ഥം. നിറവേറ്റുന്നു അർത്ഥം കേട്ടോ മീറ്റ്സ്. അപ്പൊ വേറെ ഡൗട്ട്സുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ രാജേഷ്, താങ്ക് യു. ശരി കേട്ടോ.